ഈശ്വര, എന്തിനിങ്ങനൊരു ജീവിതം? ചെയ്യാത്ത തെറ്റിന് പോലീസ് സ്റ്റേഷൻ, ചോദ്യം ചെയ്യാൻ. എന്ത് ജീവിതം എന്റേത്? ഡോക്ടർ ഇവരറിഞ്ഞു വിളിക്കുന്നതായിരിക്കും. ഞാൻ എന്ത് പറയാനാ? ഹലോ. ആ, ലച്ചു വീട്ടിലെത്തിയല്ലേ? വിവരങ്ങളൊക്കെ സഞ്ജു വിളിച്ചു പറഞ്ഞു. ലച്ചു വിഷമിക്കരുത്, എല്ലാം നേരെയാവും. ഒടുവിൽ സത്യം എല്ലാവർക്കും ബോധ്യമാവും. ലച്ചു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ വിഷമിക്കുന്നേ? അല്ല, ലച്ചു എന്താ ഒന്നും പറയാത്തെ? എന്റെ ജീവിതം ഇങ്ങനെയായല്ലോ. ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ. ലച്ചു കരയാതെ. ഇപ്പൊ ലച്ചുവിന് ഇതിൽ നിന്നെല്ലാം ഒരു റിലാക്സാ വേണ്ടത്. ലച്ചു വീണ്ടും പഠിത്തം തുടരണം, അതാ ഇപ്പൊ ചെയ്യേണ്ടത്. പോലീസിന്റെ കണ്ണിൽ ഞാനിപ്പോ കൊലപാതകിയാ. അത് വിട്ടുകളയെ. ഒരു തെറ്റും ചെയ്യാത്ത ലച്ചു എന്തിനാ അതോർത്ത് ടെൻഷൻ ആവുന്നേ? മംഗലശ്ശേരിയിൽ ഇങ്ങനെ ഒരു ആശ്രിതയെ പോലെ ലച്ചു ജീവിതം പാഴാക്കരുത്. വീണ്ടും പഠിക്കണം, ഉയരങ്ങളിലെത്തണം. മനസ്സ് വെച്ചാ ലച്ചുന് അതിന് കഴിയും. ഇന്നത്തെ കാലത്ത് ഏതൊരു പെൺകുട്ടിയും സ്വന്തം കാലിൽ നിൽക്കണം. അതിനാദ്യം വേണ്ടത് വിദ്യാഭ്യാസമാണ്. ഇനിയും സമയം വൈകിട്ടില്ല, മുന്നോട്ട് പഠിക്കണം. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാ ഞാൻ ചെയ്തു തരും. ലച്ചുവിന് ഒരു നല്ല ഭാവിയുണ്ട്, പഠിച്ചവിടെ എത്തണം. അപ്പൊ ഈ ദുഃഖവും കഷ്ടപ്പാടും ഒക്കെ താനെ മാറിക്കോളും. അപ്പോഴും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ലച്ചുവിന് അന്ന് അങ്ങനെ ഒരു മനസ്സ് തോന്നിയാൽ നമ്മൾ ഒന്നിച്ച് ജീവിക്കും. അതെല്ലാം പിന്നെ ലച്ചുവിന്റെ തീരുമാനം. പക്ഷേ ലച്ചു അങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തിനും ഏത് സഹായത്തിനും ഞാൻ ഒപ്പം ഉണ്ടാവും. ഇപ്പോ ഇങ്ങനൊരവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോയിന്നൊരു ചിന്ത വേണ്ട, കേട്ടല്ലോ? ലച്ചുവിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ അവിടെ ഉണ്ടാവും. എന്താ ലച്ചു ഒന്നും മിണ്ടാത്തെ? ഡോക്ടർ പറയുന്നതൊന്നും ഇപ്പൊ കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്റെ മനസ്സിൽ ഇപ്പോഴും ആ സംശയം ബാക്കി നിൽക്കാം. എന്ത് സംശയം? എന്നെ അന്വേഷിച്ച മുത്തശ്ശി ടെറസിലേക്ക് കയറി വന്നത്. മുത്തശ്ശിയെ ടെറസിന്ന് തള്ളി താഴെയിട്ടതാരാ? എനിക്കത് കണ്ടെത്തണം. എന്തായാലും എനിക്ക് ആളെ കണ്ടെത്തിയേ പറ്റൂ. അതിന് ചിലപ്പോ ഡോക്ടർ സഹായം വേണ്ടി വരും. ഞാൻ വിളിക്കാം. ഞാൻ പറഞ്ഞില്ലേ, എന്ത് സഹായത്തിനും ഞാൻ ഉണ്ടാവും. അതാരാണെന്ന് കണ്ടെത്താൻ ഞാനൊരു ശ്രമം നടത്തി നോക്കാം. എന്നാ ശരി ഡോക്ടറെ. മുത്തശ്ശിയോട് ആർക്കാണ് അങ്ങളെ വൈരാഗ്യമുള്ളത്? മുത്തശ്ശിയുടെ ലോകം മുത്തച്ഛനാ. മുത്തച്ഛന്റെ കാര്യങ്ങൾ നോക്കിക്കഴിയുന്ന മുത്തശ്ശിയുടെ ജീവൻ ആർക്കാ വേണ്ടത്? അമ്മയെ ലക്ഷ്യം വെച്ച് തന്നെ ഒരാൾ വരണമെന്നുണ്ടോ? ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും ലക്ഷ്യം വെച്ച് വന്നാണെങ്കിലോ? അതിൽ അമ്മ വന്ന് പെട്ടുപോയതായിക്കൂടെ സഞ്ജു? അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എത്രയോ നിരപരാധികൾ ബലിയാടായിട്ടുണ്ട്.
ചെറിയച്ഛൻ പറയുന്നതിൽ കാര്യമുണ്ട് സഞ്ജു. അമ്മ തുണികൾ എടുക്കാൻ ടെറസിലേക്ക് പോയ കാര്യം എല്ലാരും അറിഞ്ഞതാ. അമ്മുവിനെ വിളിക്കാനാ മുത്തശ്ശി പിന്നാലെ പോയത്. ആ സമയം അമ്മു അച്ഛന്റെ മുറിയിൽ വിളക്ക് വെക്കാൻ പോയതായി അവള് പറയുന്നുണ്ട്. അമ്മുനെ ലക്ഷ്യം വെച്ച് വന്നതായിക്കൂടെ? ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് അച്ഛനും അമ്മയും കാവേരിയും പിന്നെ കവിതയും മാത്രമാണ്. ഇതിനു പിന്നിൽ കളിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ്. നമ്മൾ പുറത്താണെന്ന് അറിഞ്ഞു വെച്ചല്ലേ ഈ സംഭവം നടത്തിയിരിക്കുന്നത്. അത് ശരിയാ. സത്യം കണ്ടെത്താൻ ഒരു വഴിയുണ്ട്. CCTV ക്യാമറ പരിശോധിച്ചാൽ മാത്രം മതി. ആരെങ്കിലും വീട്ടിനുള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താനാവും. സഞ്ജു, നമുക്ക് CCTV ക്യാമറയുടെ ഫുട്ടേജ് എടുക്കാം. ക്യാമറ എല്ലാം ഓഫാണല്ലോ. ഇതിലെന്തോ തിരിമറി നടന്നിട്ടുണ്ടല്ലോ. ഈ സംഭവം നടന്ന ആ സമയത്ത് ഈ വീട്ടിലെ എല്ലാ CCTVയും ഓഫാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെ, ആ സമയം CCTV ഓഫായിരിക്കുക. അപ്പോ അത് മനഃപൂർവ്വം ആരോ ഓഫാക്കിയതാ. അത് ഈ വീട്ടിൽ പിന്നെ ആര് ചെയ്യാനാ? ആരും ആവാം. കുറെ ദിവസങ്ങളായി ഈ വീട്ടിൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്ന. ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ സത്യം എങ്ങനെ തെളിയിക്കുക? ദേവി, ഇതെന്തൊരു പരീക്ഷണം! അങ്ങനെ മനഃപൂർവ്വം ആരെങ്കിലും CCTV ഓഫാക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, മുത്തശ്ശിയുടേത് ഒരു സ്വാഭാവിക വീഴ്ചയല്ല. ആരോ മനഃപൂർവ്വം ഇത് ചെയ്ത. അങ്ങനെ എനിക്കും തോന്നുന്നു. ശരി, അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് കരുതാം. പക്ഷേ അതിന് യാതൊരു തെളിവും ഇല്ലല്ലോ. ഇനി എങ്ങനെയാ ആ സത്യം തെളിയിക്കാനാവുക? എനിക്ക് മനസ്സിലാവുന്നുമില്ല. എന്തായാലും നടന്ന എല്ലാ കാര്യങ്ങളിലും ദുരൂഹതയുണ്ട്. മുത്തശ്ശി എങ്ങനെയോ മരിച്ചു. ആ സത്യം എനിക്ക് കണ്ടെത്തണം. അതിപ്പോ എന്റെ ഏറ്റവും വലിയ ആവശ്യം. ഈ ഒരു തെളിവ് നശിപ്പിക്കാൻ പറ്റുള്ളൂ. ദേവി എന്നോടൊപ്പം ഉണ്ട്. എങ്ങനെയും ഞാൻ ആ സത്യം തെളിയിക്കും. അത് എന്റെ ആവശ്യം, എന്റെ വാശിയാ. ഉറപ്പായും ആ സത്യം ഞാൻ കണ്ടെത്തും. വലിയതൊരു കോളാണല്ലോ. ഈ മേക്കപ്പും ഡ്രസ്സും കണ്ടപ്പോ തോന്നിയതാ. നീ ഒരു 10 മിനിറ്റ് കിടക്ക്. പൊന്മുട്ട ഇടുന്ന താറാവിനെയാ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇടയ്ക്ക് വന്ന് മുട്ട ഇട്ടോന്ന് നോക്കണം. തങ്കച്ചി മേക്കപ്പ് ഇട്ടില്ലെങ്കിലും മുടിഞ്ഞ ലുക്കല്ലേ. ആ ചെല്ല് ചെല്ല്.
പതപ്പിക്കില്ലേ മോനെ അമ്പാനെ? ടാക്സി ചാർജ് അങ്ങ് തേയും. നല്ല മഴയുണ്ട്, മേക്കപ്പ് ഒലിച്ചു പോകാതെ നോക്കണേ. തങ്കച്ചിയോ, ഇന്ന് വരുമെന്ന് പറഞ്ഞെങ്കിലും എത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല. എന്തായി കാര്യങ്ങള്? മാഡം, ഞാൻ പെരുവണ്ണാരത്ത് പോയിരുന്നു. പയ്യനെ പറ്റി വിവരങ്ങളെല്ലാം കിട്ടി. പേര് സഞ്ജയ്. പയ്യനും പെണ്ണും ഈ സിറ്റി തന്നെയാ ഉള്ളത്. ഇതൊന്നും അല്ല എനിക്ക് വേണ്ടെന്ന് ഞാൻ തങ്കച്ചിയോട് പറഞ്ഞതല്ലേ. എനിക്ക് വേണ്ടത് പയ്യന്റെ വിലാസവും ഫോട്ടോയോ. അതൊക്കെ എടുപിടിന്ന് കൊണ്ടുവരാൻ പറഞ്ഞാ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ? ഒരന്വേഷണത്തിന് ഇറങ്ങുമ്പോ പടിപടിയായിട്ടല്ലേ പിടിച്ചു കയറാൻ പറ്റൂ. കിട്ടുന്ന വിവരങ്ങളെല്ലാം അറിയിക്കാൻ വേണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങള് മുമ്പ് പലരും അന്വേഷിച്ചറിഞ്ഞു വന്നതാ. അവരെ കൊണ്ട് കഴിയാഞ്ഞിട്ടല്ലേ ഞാൻ നിങ്ങളെ ഹെൽപ്പിന് വിളിച്ചത്. ലച്ചുവിന്റെ ഭർത്താവിന്റെ അഡ്രസ്സ് കിട്ടിയില്ലെങ്കിലും അയാളുടെ ഫോട്ടോ എങ്കിലും നിങ്ങൾ കൊണ്ടുപോവാ. പെട്ടെന്ന് വന്ന ആ പയ്യൻ കല്യാണം കഴിച്ചതല്ലേ. നാട്ടുകാരുടെ കയ്യിലൊന്നും ഫോട്ടോ കാണാൻ വഴിയില്ല. ഞാൻ ഇങ്ങനൊരാവശ്യമായിട്ട് അവിടെ ചെന്നപ്പോ ആളുകളൊക്കെ ഡിമാൻഡ് കാണിക്കുക. ഏതോ ഒരു പയ്യൻ ആ കല്യാണം മൊബൈലിൽ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടതായിട്ട് ഞാൻ അറിഞ്ഞു. ഞാൻ കഷ്ടപ്പെട്ട അവനെ ചെന്ന് കണ്ടുപിടിച്ചത്. ഇതിലെന്തോ തരികിടയുണ്ടോന്ന് അറിഞ്ഞപ്പോ 1,00,000 രൂപയാവും ചോദിച്ചത്. അവന്റെ പേര് പറ, ഞാൻ കണ്ടുപിടിക്കാം. ഞാൻ അതിന് ശ്രമിക്കാതിരിക്കോ? പക്ഷേ അവൻ ആരാ മോൻ? അവന്റെ വീഡിയോയ്ക്ക് ആവശ്യക്കാരുണ്ടോന്ന് അറിഞ്ഞതും അവൻ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് കളഞ്ഞു. ഈ കഥയൊക്കെ വിശ്വസിക്കാവോ? വിശ്വസിക്കാവുന്നതേ തങ്കച്ചി പറയൂ. അതിന്റെ പേരിലല്ലേ ഞാൻ ഈ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നത്. മോള് 1,00,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്. നാളെ തന്നെ ആ കല്യാണ വീഡിയോ ഇങ്ങ് വരും. യാത്രയും ടാക്സിയായിട്ട് നല്ലൊരു തുകയായി. മോൾ അഡ്വാൻസ് തന്നതൊക്കെ തീർന്നു. നിങ്ങൾ ആ പയ്യനെ കണ്ട് ചോദിച്ച പണം തരാന്ന് പറ. ആദ്യം വീഡിയോ നിങ്ങൾ കണ്ട് അത് ലച്ചു ആണോ എന്ന് ഉറപ്പുവരുത്തണം. അതില് കണ്ട് ലച്ചുവിന്റെ ഫോട്ടോ മാത്രം എനിക്ക് അയക്കണം. പണം അവന്റെ അക്കൗണ്ടിൽ വന്നിട്ട് വീഡിയോ എനിക്ക് നേരിട്ട് അയച്ചാ മതി. ഇവള് കണ്ടതുപോലെ അല്ലല്ലോ. നനഞ്ഞയിടം കുഴിച്ചപ്പോ കരിമ്പാറയാണല്ലോ ഭഗവതി. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന് എന്തെങ്കിലും പറയാതെ ഏറ്റ ജോലി ചെയ്ത് കാണിക്ക്. ചെല്ല്. തങ്കച്ചി കൈനീട്ടാൻ വന്നൊന്നുമല്ല. ഞാൻ പയ്യനെ കണ്ടെത്തി കൊണ്ടുവരിക എന്നെ ചെയ്യും. എന്നിട്ട് നമുക്ക് നേരിട്ട് കാണാം. ആരെ കാണാൻ വന്നതാ? അത് സ്വാതിയെ കാണാൻ വന്നതല്ലേ? അത് അതെ, അതാ ശരി. എനിക്കറിയാം. ലച്ചുവിന്റെ ഭർത്താവിനെ തിരക്കി നടക്കുകയല്ലേ? ആര് പറഞ്ഞു? അതും എനിക്കറിയാം. ഞാൻ മറ്റൊരു കാര്യത്തിന് വന്നതാ. എന്ത് കാര്യം? അത് വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ട. ടെൻഷനൊന്നും വേണ്ട. സ്വാതിയും ഞാനും ഒരേ സത്യം തന്നെയാ തേടി നടക്കുന്നത്. ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ആരാണെന്ന് അറിയണം. അതാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ലക്ഷ്യം. ആ സത്യം കണ്ടെത്തി തരാൻ നിങ്ങൾക്ക് എന്താ വേണ്ടത്? പറ. അത്
ശരി, ഒരു മിനിറ്റ്. സ്വാതി തരുന്ന ക്യാഷ് നിങ്ങൾ വാങ്ങിച്ചോ. ഇത് വാങ്ങിക്കാം. അല്ല, അത് ഈ സത്യം കണ്ടെത്തി തരാൻ നിങ്ങൾക്ക് ചെറിയൊരു അഡ്വാൻസ് വാങ്ങിക്ക. ഞാൻ ഇഷ്ടത്തോടെ തരുന്നതാ. എന്നാലും അത് പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിയ ആളുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. ആ വിവരങ്ങൾ എന്നെ അറിയിക്കുമ്പോൾ ഞാൻ ബാക്കി ക്യാഷ് കൂടി തരാം. അത് നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. എത്രയും പെട്ടെന്ന് ഡീറ്റെയിൽസ് തരാമോ അത്രയും വേഗം ക്യാഷുമായിട്ട് നിനക്ക് പോവാം. പിന്നെ ഇക്കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ശരി മാഡം. പിന്നെ ഒരു കാര്യം, ലച്ചുവിന്റെ ഭർത്താവ് ആരാണെന്ന ഡീറ്റെയിൽസ് ആദ്യം തരേണ്ടത് നീ എനിക്കാ. അത് മറക്കണ്ട. ശരി മാഡം. ചെല്ലേ, പൊയ്ക്കോ. ഒടുവിൽ തേടിയ വള്ളി തന്നെ കാലിൽ ചുറ്റി. ലച്ചുവിന്റെ ഭർത്താവിന്റെ ഡീറ്റെയിൽസ് കിട്ടട്ടെ. പിന്നെ കവിത ആരാണെന്ന് അറിയാൻ പോകുന്നത്. അമ്മു, പോലീസ് അന്വേഷണമൊക്കെ എന്തായി? എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ലല്ലോ ചേച്ചി. അമ്മുവിനോടൊരു കാര്യം പറയണമെന്ന് കരുതിയതാ. ഉറപ്പു പറയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. എന്താ ചേച്ചി? വസുമതി അമ്മ ടെറസിൽ നിന്ന് വീഴുന്ന ദിവസം രാത്രി നിങ്ങളുടെ വീടിന്റെ പിന്നിൽ ഒരു കാറ് വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. മുത്തശ്ശി വീഴുന്നതിന് മുമ്പാണോ? അതെ. കാറിന്ന് ആരെങ്കിലും ഇറങ്ങുന്നത് പ്രമിള ചേച്ചി ശ്രദ്ധിച്ചോ? അത് കാണാൻ പറ്റിയില്ല. ഞാനതത്ര കാര്യമാക്കില്ല, അതാണ് സത്യം. പോലീസൊക്കെ വന്നപ്പോഴാ ഞാനത് ഓർത്തത്. അവിടെ വിളിയും കരച്ചിലൊക്കെ കേട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോ നല്ല സ്പീഡിൽ ഒരു കാറ് പാഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. അത് ആ കാറാണോ എന്ന് വ്യക്തമായില്ല. എല്ലാം ഒരു സംശയങ്ങളാണേ. ഉറപ്പില്ലാത്തൊരു കാര്യം എങ്ങനെ പുറത്തു പറയുന്നു കരുതി ആരോടും പറയാതിരുന്നതാ. ആ, എന്നാ പിന്നെ കാണാം. മോൻ സ്കൂളിൽ നിന്ന് വന്നു. ശരി ചേച്ചി. ആ, ശരി. കണ്ണൊന്ന് ചിമ്മുമ്പോ മനസ്സിൽ തെളിയുന്നത് മുത്തശ്ശിയുടെ മുഖം. മുത്തശ്ശനെ കാണാനാ സഞ്ജു ധൈര്യമില്ലാത്തത്. കരഞ്ഞു പോവും. നമ്മളെപ്പോലെ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാ മുത്തശ്ശനും മുത്തശ്ശി. ഒരിക്കൽ മുത്തശ്ശി തീർത്ഥയാത്ര പോയപ്പോ മുത്തശ്ശൻ അനുഭവിച്ച വീർപ്പുമുട്ടൽ ഞാൻ കണ്ടതാ. ഒരു നിമിഷം പിരിഞ്ഞിരിക്കാൻ അവർക്ക് കഴിയില്ല. ആ മുത്തശ്ശന് ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന. മുത്തശ്ശി പറയാറുള്ളൊരു കാര്യമുണ്ട്. മുത്തശ്ശനിപ്പോ ഇടയ്ക്കിടെ അത് പറഞ്ഞ പൊട്ടിക്കരയുന്നു. മുത്തശ്ശൻ ആദ്യം പോയിട്ട് മുത്തശ്ശി പോവാവൂന്ന്. അവസാന നിമിഷം വരെ ഭർത്താവിന്റെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹമായിരുന്നു അത്. അത് സത്യമായ കാര്യ. ഭാര്യ നഷ്ടമായാൽ
ഭർത്താവിന് പിന്നെ എന്ത് ജീവിതമുള്ളത്? സമയത്തിന് മരുന്ന് കഴിച്ചോന്ന് ചോദിക്കാൻ ഭാര്യ തന്നെ കൂടെ വേണം. നമ്മുടെ മുത്തശ്ശൻ ശരിക്കും അനാഥനായി. ഇനി മുത്തശ്ശൻ അധികം ആയുസുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സഞ്ജു, സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. മുത്തശ്ശി കാല് തെറ്റി വീണതൊന്നും അല്ല സഞ്ജു. ടെറസിൽ പോവാറുള്ളതല്ലേ മുത്തശ്ശി? ആരോ ഇതിന് പിന്നിലുണ്ട്. ചേച്ചി, എന്താ അമ്മു? നമ്മുടെ CCTV ക്യാമറകളല്ലേ ഓഫായത്? അതെ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇപ്പൊ എന്നോടൊരു കാര്യം പറഞ്ഞു. മുത്തശ്ശി മരിക്കുന്ന ദിവസം അപ്പുറത്തെ വീട്ടിലെ ചേച്ചി നമ്മുടെ വീടിന്റെ പിന്നിലെ ഗേറ്റിൽ ഒരു കാർ വന്ന് നിൽക്കുന്നത് കണ്ടെന്നാ പറഞ്ഞ. സഞ്ജു, പുറത്തുനിന്ന് ആരോ വന്നത് തന്നെയാ. ഞാനൊരു സംശയം ചോദിക്കട്ടെ? അവരുടെ വീട്ടിലെ CCTV ക്യാമറയില് അതൊക്കെ തെളിഞ്ഞു കാണില്ലേ? അതെ, കാറ് വന്നത് സത്യമാണെങ്കിൽ അവരുടെ ക്യാമറയിൽ ഉറപ്പായിട്ടും അത് പതിഞ്ഞാണ്. അമ്മു, നീ ദിനേശ് ഞങ്ങൾ ഇവിടെ ഉണ്ടോ നോക്ക്.